അല്ല, ഞങ്ങൾ സാധാരണ ഈ സാമുദായിക സംഘടനകളുടെ യോജിപ്പും വിയോജിപ്പിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. സമുദായ ഐക്യം നല്ലതാണ്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഐക്യം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്കെതിരാവരുത്. പിന്നെ ഈ ഐക്യം ഉണ്ടായത് UDFനെ ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. ഏതായാലും ഐക്യം ഉപേക്ഷിച്ചുവെന്ന് ആണ് ചാനൽ വാർത്തകളെന്ന് മനസ്സിലാകുന്നത്. അതിൻ്റെ മുഖ്യ കാരണമായിട്ട് മനസ്സിലാക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി SNDPയുടെ വൈസ് പ്രസിഡൻ്റ് ആണെങ്കിലും BJPയുടെ ഘടകകക്ഷിയായ BDJSൻ്റെ ചെയർമാൻ കൂടിയാണ്, NDAയുടെ അംഗമാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അതൊരു BJP ലൈനിലേക്ക് പോകുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ട് NSSനുണ്ടായി കാണും. പിന്നെ ശ്രീ സുകുമാരൻ നായർ എല്ലാ കാലത്തും ഒരു BJP സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇതൊരു മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയായിട്ട് പോലും BJPയുമായിട്ട് ഒരു സഹകരണം ഒരു കാലത്തും അദ്ദേഹം നടത്തിയിട്ടില്ല. അപ്പോൾ മന്നം ജയന്തിക്ക് തന്നെ സാധാരണ ഒന്നുകിൽ രാഷ്ട്രീയക്കാർ വരികയാണെങ്കിൽ തന്നെ അത് UDFകാരായിരിക്കും. ഏതായാലും BJPക്കാരെ അവിടെ അധികം സാധാരണ ഈ ഫംഗ്ഷൻ പങ്കെടുപ്പിക്കാറില്ല. അപ്പോൾ ഒരു BJP ലൈനിലേക്ക് പോകുന്നു എന്ന സംശയം NSS ഡയറക്ടർ ബോർഡിനുണ്ടായപ്പോൾ അവർ ഐക്യകണ്ഠേന ഇങ്ങനൊരു ഐക്യം വേണ്ടാന്ന് തീരുമാനിച്ചു. ഈ രണ്ട് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ അല്ലെങ്കിൽ സമുദായത്തെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു രഹസ്യ നീക്കമായിരുന്നു വെള്ളാപ്പള്ളി നടത്തിയത്? അല്ല, അങ്ങനെ ചില വാർത്തകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ശരിതെറ്റുകളെന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളതിൽ അത്ര താല്പര്യവും കാണിച്ചിട്ടില്ല. കാരണം താല്പര്യം കാണിക്കേണ്ട ആവശ്യമില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടും എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ സജീവ ചർച്ചയായിട്ട് വന്നിരുന്നു. ഒരുപക്ഷേ ആ ചർച്ചയായിരിക്കാം NSSനെ ഇങ്ങനെ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, NSS നേതൃത്വം ഒരു കാലത്തും BJPയുമായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 3 അവാർഡുകളെയാണ് ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ളത്. VS അച്യുതാനന്ദൻ്റെ, മമ്മൂട്ടിയുടെ, അതുപോലെ തന്നെ വിമല മേനോൻ്റെ. ബാക്കി പലതിലും താമരയുടെ ഒരു ലക്ഷണം ഞങ്ങൾ കാണും. താമരയ്ക്ക് മണമില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞില്ല. താമരയുടെ ലക്ഷണം, അതിൻ്റെ ഇടയിലൊരു താമര ഞങ്ങൾ നേരത്തെ കൂട്ടി കണ്ടിരുന്നു. ഏതായാലും UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇതിലൊന്നും ഞങ്ങൾ സാധാരണ ഇടപെടാറില്ല. അത് സാമുദായിക സംഘടന ഇഷ്ടാനിഷ്ടങ്ങളാണ്, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. തീർച്ചയായിട്ടും NSS എല്ലാ കാലത്തും സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തുന്നവരാണ്. അത് പലപ്പോഴും UDFന് സഹായമായിട്ടുണ്ട്. അതെ, അദ്ദേഹം CPMൻ്റെ കൂടെ, അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞല്ലോ കോൺഗ്രസ്സുകാരൊന്നും കയറണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സാധാരണ സമുദായ നേതാവ് പറയാൻ പാടില്ല. കാരണം സമുദായ നേതാവ് ആ സമുദായത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, അല്ല അത് NSSലും ഉണ്ടല്ലോ. പക്ഷേ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാർ ഇങ്ങോട്ട് കയറണ്ട എന്ന് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, ഞങ്ങൾ അതിലും തലയിടുന്നില്ല. പക്ഷേ അദ്ദേഹം CPMനെ പിന്തുണയ്ക്കുന്നു, മകൻ BJPയെ പിന്തുണയ്ക്കുന്നു. ഇന്ന് രാവിലെ താങ്കൾ ഈ നേതൃയോഗങ്ങളിൽ ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള നേതൃയോഗത്തിൽ താങ്കളെ പങ്കെടുപ്പിക്കാത്തതിലൊരു നിരസം പ്രകടിപ്പിച്ചു. ഇപ്പോൾ താങ്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ റിട്ടേൺ പരാതിയൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളങ്ങനെ മനസ്സിനങ്ങനെ പ്രയാസമൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാറില്ല. ശ്രീ ശശി തരൂരിന് ഒരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ഇൻസൾട്ടുകൾ അദ്ദേഹത്തിന് വല്ലാതെ ഫീൽ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മറ്റേതിനെക്കുറിച്ചൊരു പരാതി ആരോടും പറയുന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. അല്ല, പ്രതിപക്ഷ നേതാവും ഞാനുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്.